ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കണ്ടില്ലേ, ഞാനപ്പോ ഒരുങ്ങി നിൽക്കുകയാണ് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പൊ ഇന്ന് അടുക്കളയിൽ നിന്നും ഇൻട്രോ എടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അടുക്കളയിൽ ഗ്യാസ് അടുപ്പുണ്ടെങ്കിലേ വല്ലതും നമ്മുടെ വായിലേക്ക് പോവാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മുടെ വ്ളോഗ്, നമ്മൾ ഡെയിലി വ്ളോഗാണ് ഇപ്പൊ ഇടുന്നത്. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ഡെയിലി വ്ളോഗ് കണ്ടവർക്കറിയാം, ഇന്നലെ ഞാൻ ഒരടുപ്പിലാണ് പരിപാലനം മൊത്തം, പാചകം മൊത്തം നടത്തിയത് കേട്ടോ. അപ്പോഴത്തേക്കും മറ്റേ ഒരടുപ്പ് നമുക്ക് കത്തുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ കൊല്ലത്ത് നമ്മുടെ ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഇതിന്റെ പരിപാടി എല്ലാം, അടുപ്പും കാര്യങ്ങളെല്ലാം ശരിയാക്കുന്ന സ്ഥലം. അപ്പൊ അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ഞാനും അച്ചായും കൂടെ സ്കൂട്ടറിനകത്ത് അങ്ങോട്ട് പോകാൻ പോവാണ് കേട്ടോ. വെയിലായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കോസ്റ്റ്യൂം എടുത്തത്. ഇതാകുമ്പോഴേക്കും നമുക്ക് മാക്സിമം വെയിൽ അടിക്കത്തില്ല, കൈവരൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വലിയ കട്ട് ചെയ്യാൻ കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇനി നേരെ ചിന്നക്കടയിലേക്കാണ് പോകാൻ പോകുന്നത്. നമുക്ക് കാണാം. അപ്പൊ ഇതാണ് എൻ്റെ ഗ്യാസ് അടുപ്പ് കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കാണുന്ന, ഞാൻ കൈ കൊണ്ട് കാണിക്കുന്ന ഈ ഒരു അടുപ്പാണ് നമുക്ക് കത്താത്തത്. ഇത് മാത്രം കത്തും. നമുക്കപ്പോൾ ഒരടുപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല, രണ്ടടുപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുക്കിംഗ് എളുപ്പമാകത്തുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഇന്ന് ഇവന്മാരെ കൊണ്ടുപോകാന്ന് വിചാരിച്ചേക്കുന്നത്. ഇതാ നമ്മൾ ഗ്യാസ് അടുപ്പ് കൊണ്ടുപോകാനായിട്ട് എല്ലാം വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഗ്യാസ് അടുപ്പിനെ കണ്ടോ, അമ്മയാണ് ഇത്രയും കുട്ടപ്പനാക്കി അല്ല അടിപൊളിയായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവനാണ് കംപ്ലൈൻറ്റ്. ഇനി ചിന്നക്കടയിൽ ഈ വെയിലത്തുനിന്ന് കൊണ്ടുപോകുന്നതാണ് പാട്. അങ്ങനെ താണ്ട നമ്മുടെ അച്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അച്ചായി ഈ സമയത്ത് ഇപ്പം എത്ര മണിയായി, സമയം എത്ര അച്ചായി? 12 മണിയായിട്ടുണ്ട് കേട്ടോ. 12 മണി ഈ സമയത്താണ് അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നേക്കുന്നത്. ഇനി വേണം ഞങ്ങൾക്ക് ഗ്യാസ് അടുപ്പ് കൊണ്ടുപോകാനായിട്ട്. നമ്മളിപ്പോ എവിടാ ഈ ഗ്യാസുകാരനെ കൊണ്ടുപോകാൻ പോന്നേ? കൊല്ലത്ത്. ഈ എരിയാണി പിടിച്ച വെയിലത്ത് 12 മണിക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ അതാണ്ട് ഇതാണ് നമ്മുടെ ഗ്യാസ് അടുപ്പ് അല്ലേ. അപ്പൊ നമുക്ക് പോവാം. അച്ചായി എടുത്തോളൂ. എന്താണ് അച്ചായി പുട്ടൊക്കെ തുറന്നു നോക്കുവാണ് കേട്ടോ. രാവിലെ എല്ലാം കഴിച്ചോ? എല്ലാം വേണോ കഴിക്കേ? അപ്പൊ അച്ചായിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കൊടുത്തയച്ചില്ല, നമ്മുടെ ഗ്യാസിന് കംപ്ലൈന്റ് ആയോണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഗ്യാസ് കൊണ്ട് പോയിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്താണ്ട് ഗ്യാസ് എല്ലാം എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ സമയത്ത് അച്ചായിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ബെയ്റ്റ് ഉണ്ട്. ബെയ്റ്റിൻ്റെയാണ് ഞാൻ ആ നടുവല്ല ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പം കവറിനകത്ത് ഗ്യാസിൻ്റെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ്ട് സ്കൂട്ടറൊക്കെ എടുത്തിട്ടുണ്ട്. പാൻ പോവാ കേട്ടോ. ഗ്യാസ് അച്ചായി അവിടെ ഫ്രണ്ട് വെച്ചിട്ടുണ്ട് വണ്ടിയുടെ. ഇനി നമ്മൾ പാൻ പോവുക. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ആദ്യം ഒരു കവറിനകത്ത് നമ്മുടെ ഗ്യാസൊക്കെ പൊക്കിക്കൊണ്ട് വന്നത്. അന്നേരം അച്ചായി പറഞ്ഞു അത് ഫ്രണ്ട് വെക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ അച്ചായിയുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള റോഡിലോട്ടാണ് എത്തിയേക്കുന്നത്. ഞങ്ങൾ പോകുന്ന സമയം നിങ്ങൾ ആലോചിച്ചോണം, നട്ടുച്ചയ്ക്ക് 12 മണിക്കാണ് കേട്ടോ. വെയിൽ കൊള്ളല്ലേന്ന് പറഞ്ഞേക്കുന്നത്. 11 മണി മുതൽ 3 മണിയുള്ള വെയിലാണ്, കൊള്ളല്ലേന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പോകേണ്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അപ്പം നിങ്ങൾ ശ്രീനാരായണ കോളേജും ഒക്കെ കണ്ടല്ലോ. അച്ചായിയുടെ അമ്പലമായിരുന്നു കേട്ടോ, ആ ഗോൾഡൻ കളറിലുള്ള അമ്പലം. അത് വെയിലടിക്കും പ്രത്യേക രസമാണ്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കൊല്ലത്തുള്ള വി പാർക്ക്. ഇപ്പോൾ ഇങ്ങനെ ആളില്ലാതെ കിടക്കുന്നെങ്കിലും വി പാർക്കിൽ വൈകുന്നേരം ഇങ്ങോട്ടൊന്ന് വരണം എൻ്റെ മക്കളെ. അടുക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ആളാണ്. വെക്കേഷനായിട്ട് പറയേണ്ട. അത് നമ്മുടെ കൊല്ലത്തെ ജലഭവൻ, ഇത് ഞങ്ങളുടെ കൊല്ലംകാരുടെ കോർപ്പറേഷൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ കോർപ്പറേഷൻ വഴി താഴെ കൂടെ പോയി എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് പുതിയാവിൻ്റെ അവിടത്തേലേക്ക് കൂടെ പോകാൻ. അവിടെ ചെന്നപ്പോൾ റെയിൽവേ അടച്ചിട്ടേക്കുന്നത്, വെയിലത്ത് നിൽക്കാൻ വയ്യ ബ്ലോക്കിനകത്ത്. തിരിച്ച് പിന്നെ ഈ മേൽപ്പാലത്തിൽ കൂടെ കയറി വരുവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഇവിടെ ചിന്നക്കടൽ എന്ന് പറഞ്ഞാൽ പല സെക്ഷനായിട്ടാണ് കേട്ടോ. ബാഗിൻ്റെ കടകളായാലും ഡ്രസ്സിൻ്റെ ആയാലും അങ്ങനെ പലതിനും പല ഷോപ്പാണ്. അപ്പം നമ്മളുടെ പാർവതിയിലാണ് വന്നിരിക്കുന്നത്. ഇവിടത്തേക്ക് ഗ്യാസ് ശരിയാക്കാൻ ചിന്നക്കടലിലേക്ക് ഏറ്റവും ഫേമസ് പാർവതി ഷോപ്പാണെന്നാണ് അച്ചായി പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് അച്ചായി ആ ഭായിക്കെല്ലാം കാണിച്ചു കൊടുക്കുവാണേ. അവിടെ കൂടുതലും ബംഗാളി അങ്ങനെയുള്ളവരാണ് ജോലിക്ക് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ അവരാണല്ലോ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത്. എവിടെ ചെന്നാലും ഹോട്ടലിലായാലും എവിടെ ചെന്നാലും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് എന്തോ പൊടിയോ കാര്യങ്ങളോ കയറി അടഞ്ഞിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കി എന്തോ സാധനങ്ങൾ മാറണമെങ്കിൽ ഇന്നൊരു ദിവസം വൈകുന്നേരം വരെ അവിടെ ഇരിക്കണമെന്നോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇനി പിന്നെ വൈകുന്നേരമൊക്കെ വരാൻ നിൽക്കേണ്ടേ. ഒന്നാമത് അച്ചായുടെ ജോലി സംബന്ധിച്ച് എപ്പോഴും അമ്പലത്തിൽ നിന്ന് ഇറങ്ങി എവിടെയെങ്കിലും ഒന്ന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഗ്യാസൊക്കെ ശരിയാക്കി അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. ശ്രീ പാർവതി എന്നാണ് ഇതിൻ്റെ ഒരു പേര് കേട്ടോ ഈ കടയുടെ. ഭയങ്കര വെയിലാണ്. അപ്പോൾ ആ വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ സമ്മതിക്കേണ്ടത്. നമ്മുടെ കൊല്ലത്ത് എന്താ പറയണ്ടേ, എല്ലാ ചിന്നക്കടയിലോട്ട് വന്ന എന്ത് ഐറ്റം സാധനങ്ങൾ നമുക്ക് വേണമെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആണ്ടാമുക്കം ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇവിടെ ഒരു പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളത് ഇങ്ങോട്ട് വരാൻ നേരത്തെ ഇവിടെ ഒരു പച്ചക്കറി കടയുണ്ട്. പണ്ട് ഞങ്ങൾ അച്ചാച്ചനൊക്കെ ഉള്ള സമയത്ത് വണ്ടിയൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ. പച്ചക്കറിയും
കാര്യങ്ങളൊക്കെ പണ്ട് മേടിക്കുന്നത്. പണ്ടൊക്കെ നല്ല ലാഭവും കാര്യം മീനും എല്ലാം ഇവിടെ ഇരുമ്പുപാലത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇരുമ്പുപാലത്തിൻ്റെ അടുത്ത് മീനും ഒക്കെ മേടിച്ച് ഇവിടെ പച്ചക്കറിയൊക്കെ മേടിച്ച് പണ്ട് പോകുമായിരുന്നു. ഇതാണ് നമ്മുടെ പബ്ലിക് ലൈബ്രറി. അവിടെയാണ് സോപാന ഓഡിറ്റോറിയം എന്ന് പറയും കേട്ടോ. അപ്പോൾ അവിടെ ആയിരുന്നു സോപാന ഓഡിറ്റോറിയം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വണ്ടിക്ക് എയറോ കാറ്റ് ചെക്ക് ചെയ്യാനൊക്കെ വരുന്നത് ഇവിടാണ് കേട്ടോ. അപ്പോൾ ഇന്നും വന്ന് എയറൊക്കെ ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ കടപ്പാക്കടയിലേക്ക് വന്നു. കടപ്പാക്കടയിൽ വന്നിട്ട് അമ്മയ്ക്ക് പ്രഷറിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അത് നമ്മുടെ കടപ്പാക്കട അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ മെഡിക്കൽ സ്റ്റോർ വരുന്നത്. അങ്ങനെ അവിടുന്ന് അതെല്ലാം മേടിച്ച് പിന്നെ അച്ചായി എന്നും ലോട്ടറി എടുക്കും കേട്ടോ. അച്ചായിക്ക് ലോട്ടറി എടുക്കാതിരിക്കാനേ പറ്റത്തില്ല. അടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ് ഒന്നും അടിക്കുന്നില്ല. പക്ഷേ ഒരു സന്തോഷമാണ് അച്ചായിയെ സംബന്ധിച്ച്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് വന്ന് അച്ചായി ഗ്യാസും കൊണ്ട് അകത്തോട്ടൊക്കെ കയറി പോകുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഞങ്ങൾ കൊല്ലത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഗേറ്റ് അടയ്ക്കാൻ പോവുകയാണ്. ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഗേറ്റും ഒക്കെ അടച്ചിട്ടുണ്ട്. കൊണ്ടുവന്നിട്ട് ഗ്യാസ് ചെക്ക് ചെയ്ത് നോക്കുവാണ് കേട്ടോ. കത്തുന്നുണ്ടോയെന്ന് അവിടെ വെച്ച് കത്തി. വീട്ടിൽ വരുമ്പം കത്തുന്നൊക്കെ അറിയണ്ടേ. അപ്പം നമ്മൾ അച്ചായി എല്ലാ സാധനവും ജോഡിച്ച് കത്തിച്ച് നോക്കുമ്പോൾ എന്തായാലും നോക്കിക്കേ നല്ല വലിയ തീയുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം നമുക്ക് 2 അടുപ്പുണ്ടെങ്കിൽ കുക്കിംഗ് എളുപ്പമാകത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം. കൂട്ടുകാരെ, ഞങ്ങൾ കൊല്ലത്തെല്ലാം പോയി ഗ്യാസ് എല്ലാം ശരിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്നൊരു ചെറിയ ട്രാവലും എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്നൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, ടാറ്റാ.